കേരള രാഷ്ട്രീയത്തിന്റെ സിരാകേന്ദ്രവും സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയുമായ കണ്ണൂരിന്റെ അടിത്തട്ടിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളുടെ കരുത്തിൽ പതിറ്റാണ്ടുകളായി ചുവപ്പണിഞ്ഞു നിൽക്കുന്ന ഈ ജില്ലയിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോടെ വലിയൊരു തലമുറ മാറ്റത്തിനാണ് ഔദ്യോഗിക പക്ഷം തുടക്കമിടുന്നത്. കണ്ണൂരിലെ ജനകീയ മുഖങ്ങളെയും കരുത്തരായ നേതാക്കളെയും മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ നടത്തുന്ന ഈ വെട്ടിനിർത്തൽ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. കണ്ണൂർ സിപിഎമ്മിന്റെ ചരിത്രം എടുത്താൽ അതിൽ ഒഴിച്ചുകൂടാനാവാത്ത 3 പേരുകളാണ് ഇ.പി. ജയരാജൻ, പി. ജയരാജൻ, എം.വി. ജയരാജൻ എന്നിവരുടേത്. ഈ 3 ജയരാജന്മാരും കണ്ണൂരിലെ പാർട്ടിയുടെ കരുത്തും ആവേശവുമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഇവരെ 3 പേരെയും പൂർണ്ണമായും ഒഴിവാക്കാനാണ് നീക്കം നടക്കുന്നത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ ഇ.പി. ജയരാജനെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പടിപടിയായി അകറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അണികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പി. ജയരാജനെ പാർലമെന്ററി രംഗത്തു നിന്ന് മാറ്റി നിർത്തുന്നത് പാർട്ടിക്കുള്ളിൽ വ്യക്തിപൂജയ്ക്കെതിരെയുള്ള നടപടിയായിട്ടാണ് ഔദ്യോഗിക പക്ഷം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ പോലൊരു നേതാവിനെ മാറ്റി നിർത്തുന്നത് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്ന ആശങ്ക ഒരു വിഭാഗത്തിനുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന എം.വി. ജയരാജനും ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ല എന്നതാണ് സൂചന. ഈ 3 പ്രമുഖരെയും ഒരേ സമയം വെട്ടിനിരുത്തുന്നത് വഴി കണ്ണൂരിലെ പഴയ അധികാര കേന്ദ്രങ്ങളെ തകർക്കാനും എം.വി. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു ആധിപത്യം സ്ഥാപിക്കാനുമാണ് ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ നിന്ന് വിജയിച്ച കെ ശൈലജ ടീച്ചറെ അവിടെ നിന്ന് മാറ്റുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളുടെ ആഗോള ശ്രദ്ധ നേടിയ ശൈലജ ടീച്ചർ പാർട്ടിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഉയർത്തിക്കാട്ടപ്പെട്ട നേതാവായിരുന്നു. ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജിനെ അവിടെ ഇറക്കുന്നത് യുവരത്നം എന്ന ലേബലിലാണെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഒതുക്കൽ ഉണ്ടെന്ന് വിമർശകർ കരുതുന്നു. ജനകീയരായ നേതാക്കൾ വളരുന്നത് പാർട്ടിയിൽ ചില അധികാര കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നടപടി എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മട്ടന്നൂർ പോലുള്ള സുരക്ഷിത മണ്ഡലങ്ങളിൽ നിന്ന് ടീച്ചറെ മാറ്റുന്നത് അണികൾക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് എം.വി. ഗോവിന്ദൻ പ്രഖ്യാപിച്ചതിന് പിന്നിൽ തന്റെ കുടുംബത്തിന് രാഷ്ട്രീയമായ മുൻതൂക്കം നൽകാനുള്ള നീക്കമാണെന്ന് ആരോപണവുമുണ്ട്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ തന്റെ ഭാര്യയും മുൻ നഗരസഭാ അധ്യക്ഷയുമായ പി.കെ. ശ്യാമള ടീച്ചറെ മത്സരിപ്പിക്കാനാണ് ധാരണ. ഇടത് സർക്കാർ 3ാമതും അധികാരത്തിലെത്തിയാൽ ശ്യാമള ടീച്ചറെ മന്ത്രിസഭയിൽ എത്തിക്കുക എന്നതാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു. ഇതിനായി കണ്ണൂരിലെ മറ്റ് പ്രബലരായ നേതാക്കളെ മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിലൂടെ തന്റെ ഭാര്യയുടെ മന്ത്രിപദത്തിന് തടസ്സമാകുന്ന എല്ലാ ഘടകങ്ങളും അദ്ദേഹം ഇല്ലാതാക്കുകയാണ്. കണ്ണൂരിൽ സർവാധിപത്യം ഉറപ്പിക്കാൻ ഈ നീക്കം അദ്ദേഹത്തെ സഹായിക്കും. കണ്ണൂരിലെ ഏറ്റവും വലിയ സുരക്ഷിത മണ്ഡലമായ പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കാണ് വഴിയൊരുക്കുന്നത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണങ്ങളിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട വ്യക്തിയാണ് മധുസൂദനൻ. എന്നിട്ടും അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ വിശ്വസ്തത പട്ടികയിൽ അദ്ദേഹം ഇടം പിടിച്ചതുകൊണ്ടാണെന്ന ആക്ഷേപവുമുണ്ട്. നേതൃത്വത്തെ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വി. കുഞ്ഞികൃഷ്ണനെ പോലുള്ള നേതാക്കൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അഴിമതി ആരോപണം നേരിട്ട മധുസൂദനെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് പയ്യന്നൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ആദ്യമേ രംഗത്ത് നിന്ന് വിരമിച്ച് രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി പ്രവർത്തകയെത്തിയ എം.വി. നികേഷ് കുമാറിനും ഇത്തവണ കണ്ണൂരിൽ സീറ്റില്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അഴീക്കോട് മണ്ഡലത്തിലോ മറ്റോ നികേഷ് മത്സരിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നുവെങ്കിലും ഗോവിന്ദൻ മാസ്റ്ററുടെ ക്ലീൻ സ്വീപ്പ് നയത്തിന് നികേഷിനും സ്ഥാനം ലഭിച്ചില്ല. ഇത് കണ്ണൂരിലെ മാധ്യമ രാഷ്ട്രീയ മേഖലയിൽ വലിയ ചർച്ചകൾക്കും കാരണമായിട്ടുണ്ട്. കണ്ണൂർ സിപിഎമ്മിലെ ഈ വലിയ അഴിച്ചുപണി പല പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കാം. കാലങ്ങളായി കൂടെ നിന്ന് ജനകീയ നേതാക്കളെ മാറ്റി നിർത്തുന്നത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ നിരാശരാക്കും. ഇത് വോട്ടിംഗിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. വിഭാഗീയത അവസാനിച്ചുവെന്ന് പാർട്ടി അവകാശപ്പെടുമ്പോഴും പുതിയൊരു രൂപത്തിൽ പാർട്ടിക്കുള്ളിൽ അധികാര വടംവലി നടക്കുന്നുണ്ടെന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം തെളിയിക്കുന്നു. ശൈലജ ടീച്ചറെ മാറ്റുകയും ശ്യാമള ടീച്ചറെ കൊണ്ടുവരികയും ചെയ്യുന്നത് വനിതാ പ്രാതിനിധ്യം നിലനിർത്താനാണെന്ന് പാർട്ടി വാദിക്കാമെങ്കിലും അത് വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ എം.വി. ഗോവിന്ദൻ തന്റെ സർവാധിപത്യം ഉറപ്പിക്കുകയാണ്. പ്രമുഖരായ നേതാക്കളെ ഒന്നൊന്നായി വെട്ടിമാറ്റി തനിക്ക് വിധേയരായ ഒരു പുതിയ നേതൃത്വ നിരയെ വളർത്തിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഈ കണ്ണൂർ മോഡൽ അഴിച്ചുപണി പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ അതോ വിജയത്തിന് പുതിയ ഊർജ്ജം നൽകുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. എങ്കിലും ജനകീയ മുഖങ്ങളെ വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയ ചതുരംഗ കളി കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിന് തിരികൊളുത്തിയിരിക്കുന്നു എന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്.